നാം എല്ലാം കാണുന്നു. അങ്ങ് മഹാനാണ് സ്വാമിജി, അങ്ങ് ജ്ഞാനിയാണ്, അങ്ങ് മഹത് വ്യക്തിയാണ്. എന്നെ പറ്റി പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്, എല്ലാം ശരിയാ. നാം എല്ലാം കാണുന്നു. ഈ ബാബ മോട്ടേശ്വർ എല്ലാം അറിയുന്നു വത്സ. നിന്റെ ആദിയും അന്ത്യവും. അങ്ങക്ക് ദക്ഷിണയായി എന്താണ് ഞാൻ തരേണ്ടത് സ്വാമി? അതൊന്നും വേണ്ട വത്സ. നോം ഒരു സന്യാസിയാണ്. ഒന്നിനോടും നോമിന് താല്പര്യമില്ല. നിർബന്ധമെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. വേറെ എന്ത് തരാനാ സ്വാമി? മറ്റെന്തെങ്കിലും വത്സ. മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമി? പറഞ്ഞ മനസ്സിലാക്കു വത്സ. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കൂ എന്റെ വത്സ. ഓ അതാണോ? പിടികിട്ടി. ഇതാ കഴിച്ചാലും സമോസ സ്വാമി. സമോസ കഴിച്ചിട്ട് ഭാവി ഒന്ന് പ്രവചിച്ചാലും. എന്ത് പറ്റി സ്വാമിജി? ഒരു സമൂസയിൽ ഒതുങ്ങുന്നതല്ല വത്സ നിന്റെ ഭാവി. കാരണം നിന്റെ ഭാവി വളരെ വലുതാണ്. നീ തന്ന സമൂസയോ വളരെ ചെറുതും. എന്നാൽ ഇത് മുഴുവനുമായിട്ട് അങ്ങ് പിടിച്ചോ. എന്റെ ഭാവി ഒന്ന് പ്രവചിക്കൂ. നീ ഇവിടെ സമൂസ തിന്നിരിക്കാണോ? സിംഗം നമ്മളെ വിളിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഹബീബിയുടെ റെഡ് ഡയമണ്ട് എക്സിബിഷൻ ഇവിടെ നടക്കാൻ പോവാണ്. അതിനു വേണ്ടി സിംഗം സാർ നമ്മളെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയി നിയമിച്ചിരിക്കുകയാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത് പത്ലു? മോട്ടേശ്വർ സ്വാമിക്ക് ചിങ്കത്തിനെ എങ്ങനെ അറിയാം? തമാശ കള മോട്ടു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക. അല്ല മോട്ടു, നീയോ? ജഡ്കയുടെ വീട്ടില് വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ വിറ്റ് കാശാക്കി ആർഭാടായിട്ട് ജീവിക്കാം. അപ്രത്യക്ഷമാക്കാവുന്ന സ്റ്റിക്കറോ? ഇത് മോഷ്ടിച്ച് വിറ്റാൽ കോടീശ്വരനായി മാറാം. നീ എന്താണ് കിടന്ന് ചിടുങ്ങുന്നത്? ഡോക്ടർ ചട്ക, നിങ്ങളത് എവിടെയാണ്? വീട്ടിലും കണ്ടില്ല, ലാബിലും കാണുന്നില്ല. ആരാണ് നീ? ഞാൻ ആദ്യം വന്നത് ഡോക്ടറെ. ഞാൻ ആദ്യം കാണും. എന്റെ പേര് കങ്കാലെന്നാണ്. ഞാൻ എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് പുറത്തോട്ട് പോകും. എന്റെ വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എടോ, ഇത് ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. ഭൂതപ്രേത പിശാചുകൾ എനിക്ക് പേടിയാണ്. ഭൂതപ്രേത പിശാചുകൾ എനിക്ക് പേടിയാണ്. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടോ? ഇല്ല, താൻ കാണാൻ നല്ല സുന്ദരനാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാൻ നിന്നെയും എന്നെ പോലെ തന്നെ സുന്ദരനാക്കി തരാം. വേണ്ട. എനിക്ക് തന്റെ അത്ര സുന്ദരനാവണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇവനാകെ പേടിച്ചു പോയല്ലോ. ഇത് കണ്ടോ? അപ്രത്യക്ഷമാകാനുള്ള സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കിയതാ. ഈ ബട്ടൺ അമർത്തിയാൽ സ്റ്റിക്കർ പുറത്തേക്ക് വരും. ഇത് ശരീരത്തിൽ ഒട്ടിച്ചാൽ ആൾ അപ്രത്യക്ഷമാകും. സ്റ്റിക്കർ തിരിച്ചെടുത്താൽ പൂർവ്വസ്ഥിതിയിലുമാകും. ഇങ്ങനത്തെ സ്റ്റിക്കർ എന്റെ കയ്യിൽ കിട്ടിയാലേ ഞാനൊരു കോടീശ്വരനാകും. നീയല്ല, ഞാൻ. കത്രക്കായോ? എത്ര അടിച്ചാലും ചാവില്ല. നോക്കൂ ബോസ്, ഞാൻ എന്താണ് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ ഷെയ്ഖ് അൽ ഹബീബിയുടെ വജ്രം മോഷ്ടിക്കാൻ പദ്ധതിയിട്ടോണ്ടിരിക്കുമ്പോൾ ഇവന്മാരുടെ ഒരു തൊലിഞ്ഞ സ്റ്റിക്കർ. ഇതുപോലത്തെ ചീള് കേസുമായിട്ട് ഇത് മേലെ വന്നേക്കുന്നത്.
കൊള്ളാം അല്ലേ? ഇതെന്തൊരു അത്ഭുതമാണ്. ബോസ്, ഇത് അപ്രത്യക്ഷമാക്കാൻ പറ്റുന്ന സ്റ്റിക്കറാ. ജട്ക ഉണ്ടാക്കി ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ഏ? ജോൺ ആയിരിക്കും, ജോൺ ആയിരിക്കും. ആ ചുവന്ന വജ്രം ഇനി നമ്മുടെ കയ്യിൽ നിന്നും ആരും സ്വന്തമാക്കാൻ പാടില്ല. വാ, ഈ സാധനം ഉപയോഗിച്ച് ചുവന്ന വജ്രം നമുക്ക് എടുത്തോണ്ട് വരാം. Left, right, 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 left, right. ഷേഖ് സാർ, ഇവരാണ് മോട്ടു പത്ലു, ഈ നാടിന്റെ ധീരനായ ചെറുപ്പക്കാർ. അത് മാത്രമല്ല, നിങ്ങളുടെ വജ്രത്തിന്റെ സുരക്ഷ ഇവരാണ് നോക്കുന്നത്. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എന്റെ വജ്രത്തിന് നിങ്ങൾ കാവൽ നിൽക്കുന്നത് വളരെ സന്തോഷം തന്നെ. നന്ദിയുണ്ട് സ്നേഹിതരെ, നന്ദിയുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? സാറേ, വജ്രത്തിന്റെ 4 ഭാഗത്തും അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് മോഷ്ടിക്കാൻ ശ്രമിച്ചാലും അപ്പ അലാറം അടിക്കും. സെക്യൂരിറ്റി സിസ്റ്റം വേറെയും ഉണ്ട്. വരൂ, കാണിച്ചു തരാം. മോട്ടു പത്ലു, ബി അലർട്ട്. Yes, sir. ഓക്കേ? ഓക്കേ സാറേ. ശരി, നമുക്ക് നാളെ കാണാം. ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. എന്നിട്ട് എക്സിബിഷൻ തുടങ്ങാം. നന്ദി. Left, right, left, right, left, right. നാളെ എക്സിബിഷൻ വെച്ചിരിക്കുകയാണല്ലേ? വെച്ചോ. പക്ഷെ ഇവിടെ വരുന്ന ഒരൊറ്റൊരുത്തന്മാര് ഈ വജ്രം കാണാൻ പോകുന്നില്ല. ഞാനിപ്പോ തന്നെ അത് അടിച്ചു മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് വേണം എന്റെ ജീവിത ലക്ഷ്യം ഒന്ന് നിറവേറ്റാൻ. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ അലാറം ഇതുവരെ ഓഫ് ചെയ്തില്ല മണ്ടന്മാരെ. പത്ലു, നീ ആ അലാറത്തിന്റെ ശബ്ദം കേട്ടോ? അത് ഞാനും കേട്ടു. പക്ഷെ ഈ അലാറം അടിക്കാനുള്ള കാരണം എന്താ? നമ്മള് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. നമുക്ക് വജ്രം എടുത്തോണ്ട് വീട്ടിൽ പോകാം. ആ വജ്രം നമുക്ക് ഇപ്പൊ പൊക്കാം. മണ്ടന്മാരെ, ആദ്യം സെക്യൂരിറ്റി അലാറം പോയി ഓഫ് ചെയ്യ്. ആരാത്? ആരാണെന്നാ ചോദിച്ചേ? ഇവിടെ ആരുമില്ല, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. സോറി പത്ലു, അതെന്താ അവരുടെ കുടുംബകാര്യം അത്ര? ആരുടെ കുടുംബകാര്യം എന്നാ അത് പറ. ആ, ഭൂതം, ഭൂതം, ആ, ഭൂതം, ആ, ഭൂതം, ആ, ഭൂതം, അമ്മേ. എങ്ങോട്ടാ പോകുന്നത്? ഭൂതപ്രേത പിശാചുക്കളെ പൊയ്ക്കോളൂ. ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണേ. ഭൂതപ്രേത പിശാചുക്കളെ പൊയ്ക്കോളൂ. ദൈവമേ, കൈ തൊഴാൻ കേക്കുമാറാകണേ. ഈ വജ്രം ഇത് ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾക്കാർക്കും വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല. നിനക്കോ? ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. ഇവന്മാര് നമുക്കിട്ട് കുറെ പണിതിട്ടുള്ള ഇന്ന് ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. എന്തുവാടാ ഇത്? ഒരു വജ്രം പിടിക്കാൻ പോലും നിങ്ങൾക്ക് കെൽപ്പില്ലേ? എടാ തടിയാ, അതും എടുത്തതാ. പോയിട്ട് വേറെ പണിയുള്ളതാ. ഈ തടിയൻ ആള് കൊള്ളാമല്ലോ. ഇവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ? എന്നെ കാണുന്നത് പോലെയല്ല. ഞാൻ ആള് ശരിയല്ല, എന്നെ വിട്ടേക്കൂ. എന്റെ കൂട്ടുകാരൻ ഒരു ആവശ്യം പറഞ്ഞതാ. നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. നിന്നെ ഭൂതമാക്കി മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യരൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വേണ്ട, എന്നെ ഭൂതമാക്കരുത്. എനിക്ക് പത്ലുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മോട്ടു, നീ എന്നെ എന്തിനാ കൊലക്ക് കൊടുക്കുന്നേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കുക. ആരാണ് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് അയാളെ ഞങ്ങൾ ഒഴിവാക്കിയേക്കാം. മറ്റവനെ ഞങ്ങൾ പൊക്കും. രണ്ടിന്റെ ഡാൻസ് തുറന്നു, രണ്ടിനെ അങ്ങ് പൊക്കിയേക്കാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഭൂതമാകുന്നത് നിങ്ങൾ പോലും അറിയില്ല. ആ
കൂട്ടുകാരെ യുവന്മാരെ അങ്ങ് പൊക്കിക്കോ. വേണ്ട, ദയവ് ചെയ്ത് എന്നെ ഭൂതമാക്കരുത് പ്ലീസ്. ഇതെന്ത് മറുമായ നമ്മുടെ കൈ കാണാൻ തുടങ്ങിയല്ലോ. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. വാ, സ്ഥലം വിടാം, ഓടിക്കോ. വേഗം വേഗം ഓട്. ആ ഡോക്ടർ ചടുക്കേണ്ട ഒരു സാധനവും മര്യാദയ്ക്ക് ഉപയോഗപ്പെടില്ല. നിക്ക് എന്റെ മോട്ടോർ ബൈക്ക്. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഇനി മുകളിലുള്ള ആള് വിചാരിച്ച പോലെ നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഇല്ല. ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. സാറ് കണ്ടില്ലേ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ഈ ജോണിനെ പിടിച്ചതെന്ന്. ഇവൻ ഈ വജ്രവും മോഷ്ടിച്ചോണ്ട് പോവുമായിരുന്നു. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം മേടിച്ചു തരണം. ഷേഖ് സാറേ, ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയ നിങ്ങളുടെ ഈ വജ്രം അവന്റെ അടുത്തുനിന്ന് തിരിച്ചു പിടിച്ചത്. ഷേഖിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട്. നന്ദി നന്ദി, നിങ്ങൾ എനിക്ക് വേണ്ടി നല്ലൊരു ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അഥവാ ഇത് കളവ് പോയിരുന്നെങ്കിലും എനിക്ക് വലിയ സങ്കടമൊന്നും വരാൻ പോകുന്നില്ലായിരുന്നു. എന്റെ കയ്യിലെ ഒറിജിനൽ ഉണ്ട്. അതെന്റെ ലോക്കറിൽ ഞാൻ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നോടാ കളി. എന്താ? Oh no!